രാവിലത്തെ സെഷനിലും കർത്താവിനെ ഒന്നിച്ച് ആരാധിപ്പാൻ കർത്താവ് നമുക്ക് നല്ലൊരു അവസരം തന്നല്ലോ. സ്തോത്രം. മനോഹരമായ ഗാനങ്ങൾ പാടി മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെ കർത്താവ് രാവിലെ സമയം നമുക്ക് അവസരം തരുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാവിലത്തെ സെഷനിലും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബാബു ജോസഫ് അവറുകൾ തിരുവചനം സംസാരിക്കും. സ്തോത്രം. രാവിലത്തെ സെഷനിലും കർത്താവിൻ്റെ ദാസന് അവിടുത്തെ മീറ്റിങ്ങിന് ശേഷം നമ്മളോടൊപ്പം പങ്കെടുക്കുകയാണ്. സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ ഞങ്ങൾ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ദൈവദാസൻ്റെ ശുശ്രൂഷകൾ ഞാൻ എവിടെ ആയിരുന്ന സഭകളിലൊക്കെ അത് അനുഭവിപ്പാനും ഞങ്ങൾക്കും കുടുംബമായിട്ട് ദൈവദാസൻ്റെ ശുശ്രൂഷകൾ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവം സഹായിച്ചു. ഇന്നും അനേക സ്ഥലങ്ങളിൽ ഒക്കെ കർത്താവിൻ്റെ ദാസൻ കർത്താവിൻ്റെ വേലയിൽ ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ലോ. സ്തോത്രം. തിരുവനന്തപുരത്തുള്ള IPC സഭയുടെ ശുശ്രൂഷകരായിട്ട് ഇപ്പോൾ ആയിരിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് രാവിലെ സമയവും നമുക്ക് വേണ്ടി സമയം വേർതിരിച്ചതോർത്ത് ഞങ്ങൾ പ്രത്യേകം നന്ദിയുള്ളവരാണ്. പറഞ്ഞപ്പോൾ തന്നെ സന്തോഷത്തോടെ പങ്കെടുക്കാമെന്ന് അറിയിച്ചു. കർത്താവിൻ്റെ ദാസനെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ നെറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് വേണ്ടോളം സമയം കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് നമുക്ക് അല്പം സമയം ദൈവദാസന് വേണ്ടി വേർതിരിപ്പാൻ കഴിയുന്നു. തുടർന്നുള്ള സമയം കർത്താവിൻ്റെ ദാസൻ ദൈവവചനത്തിൽ ശുശ്രൂഷിക്കും. അതിനായി ദൈവദാസനെ പാസ്റ്റർ ബാബു ജോസഫ് അവരുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിന്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ബിജു പാസ്റ്ററും കർത്തൃദാസിയെയും കുഞ്ഞുങ്ങളെയും ദൈവസഭയിലുള്ള ദുബായിലുള്ള ദൈവസഭയിലെ എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവരെയും ഓരോരുത്തരെയും കർത്തദാസന്മാരെയും ഞാൻ എൻ്റെ വന്ദനം ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ഈ രാവിലെ അവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിലും ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ക്ഷണിച്ചതിലും ഞാൻ വളരെയധികം സന്തോഷത്തോടെ നന്ദി പ്രകാശിപ്പിക്കുന്നു. കർത്താവിന്റെ ദാസനുമായ അനേക വർഷങ്ങളായുള്ള ഒരു സ്നേഹബന്ധമാണ് ഞങ്ങൾക്ക് തമ്മിലുള്ളത്. ഒരു സഹോദര ബന്ധമാണ്. എപ്പോഴും അവരുടെ വിഷയങ്ങളെ വെച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പരസ്പരം പ്രാർത്ഥിപ്പാൻ അവസരങ്ങൾ തരുന്നു. കർത്താവിന്റെ ദാസനെ ആ ദേശത്ത് രാജ്യത്ത് ദൈവത്തോളം മാനിച്ചതിൽ ഞാൻ സന്തോഷിക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധയോടുകൂടെ ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപാകെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഈ പകൽക്കാലവും നമുക്കായിരിക്കാം. ഇവിടെ നടന്ന പ്രാർത്ഥനയിലും ഞങ്ങൾക്ക് ഒരുമിച്ച് ഇന്ന് പകൽ ദൈവത്തെ സ്തുതിപ്പാൻ അവസരമുണ്ടായി. കർത്താവ് രാവിലെ ഞങ്ങളെയും സഹായിച്ചു. അനന്തരമായി നിങ്ങളുമായി ചേർന്ന് ലഭിക്കുന്ന ഈ കൂട്ടായ്മ എനിക്ക് ഏറ്റവും സന്തോഷമാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, പ്രത്യേകം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചന ചിന്തകളിലേക്ക് വരാം. കഴിഞ്ഞ രാത്രിയിൽ കർത്താവ് നമ്മോട് സംസാരിച്ച നല്ല വചനങ്ങൾക്കായും നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തി നമുക്കൊന്ന് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ കർത്താവിന്റെ വചനം കേൾക്കണമേ എന്ന് ഞാൻ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. എനിക്ക് കർത്താവ് നിങ്ങളോട് പറയാൻ തന്നൊരു വചനഭാഗം ഞാൻ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആമേൻ, സ്തോത്രം. എന്നോട് ദൈവം സംസാരിച്ചു കൊണ്ടിരുന്ന വചനം, അല്ലെങ്കിൽ ഇന്ന് രാവിലെ പ്രഭാതത്തിലും ഞാൻ പകൽ പ്രാർത്ഥിക്കുമ്പോഴും ദുബായിലുള്ള ദൈവമക്കളോട് കർത്താവ് സംസാരിക്കണമേ, അവർക്ക് എന്താ ദൈവമേ കൊടുക്കേണ്ടത്, അങ്ങയുടെ വചനം എന്താണ്, ആലോചനകൾ എന്താണെന്ന് വ്യക്തമായി കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വചനഭാഗം എന്നോട് ദൈവം ഇടപെട്ടു. യെശയ്യാ പ്രവചനം 59-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വളരെയധികം സുപരിചിതവും വളരെ നമുക്ക് നമ്മൾ ചിന്തിച്ചിട്ടുള്ളതുമായ വേദഭാഗങ്ങൾ. പക്ഷെ ആ സിമ്പിൾ ആയിട്ടുള്ള ആ വചനം ഒന്ന് വായിക്കാം. ഒരാൾ വായിക്കാം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. അടുത്ത വാക്യങ്ങളോട് വായിച്ചു. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. മതി. താങ്ക് യു. വളരെ ഭംഗിയായിട്ട് ആ വചനം വായിച്ചു തന്ന കർത്താവിന്റെ ദാസനോട് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. ആമേൻ. ശുശ്രൂഷയിൽ ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കർത്താവ് എന്നോട് പറയുവാനായിട്ട് ഒരു സന്ദേശം തന്നതും ഞാൻ നിങ്ങളുടെ ആത്മീയ അഭിവൃദ്ധിക്കും ദൈവകൃപയിൽ ആശ്രയിച്ച് അത് നിങ്ങളുടെ മുൻപിലേക്ക് പ്രസ്താവിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് തന്ന വചനം ഇതാണ്. ആമേൻ. ആ വചനം രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം ആമേൻ അവന്റെ കാത് മന്ദമായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്.
നാം ഒരു വാക്ക് പ്രാർത്ഥിച്ച് ദൈവവചന ചിന്തയിലേക്ക് വരിക. പ്രിയ പിതാവേ, ഈ വചനം നീ തന്ന തിരുവെഴുത്താണ്. നിന്റെ വചനങ്ങൾക്കായി നന്ദി. ഞങ്ങൾക്ക് കാത്തിരിപ്പാൻ, ദൈവസന്നിധിയിരിപ്പാൻ അവസരങ്ങൾ തരുന്നതിനായും സ്തോത്രം. പിതാവ്, ഞങ്ങളുടെ ദാസനെയും കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ മീറ്റിംഗിൽ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും എന്റെ പിതാവ് അറിയണമേ. അവര് കടന്നു പോകുന്ന വിഷയങ്ങളും ഭാരങ്ങളും യേശു അറിയണമേ. എളിവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ ആശ്വാസം പകരാനും അവർക്ക് ദൈവസന്നിധിയിൽ ആമേൻ ഉണരാനും ഒരു ഉണർവിനും കാരണമായി തീരണമേ. വചനത്തിന്റെ വെളിപ്പാട് നൽകണമേ. ആമേൻ. അശുദ്ധ അന്ധകാര ശക്തികൾ യേശുവിൻ നാമത്തിൽ ഈ കൂട്ടായ്മയ്ക്കും ആത്മീയ നന്മയ്ക്കുമെതിരെ വ്യാപരിക്കുന്ന അന്ധകാര വ്യാപാരങ്ങൾ യേശുവിൻ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവേ, വിടുതൽ വ്യാപരിക്കട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ. ഓരോരുത്തരെയും അറിയുന്ന സർവശക്തനായവന്റെ കരങ്ങൾ ഇപ്പോൾ വ്യാപരിക്കും. അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കും. എന്റെ ദൈവമേ, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കണമേ പിതാവേ. ആമേൻ, 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 ആമേൻ. സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ചത് രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം, ആമേൻ, യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. കേൾക്കാൻ കഴിയാതെ വണ്ണം, ആമേൻ, അവന്റെ ചെവി മന്ദമായിട്ടില്ല. ആമേൻ. എന്താണ് നമുക്ക് മനസ്സിലായത്? ആമേൻ, ദൈവത്തിന്റെ ആമേൻ കൈകൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നോ? ആമേൻ, ഇല്ല. ആ ചെവികൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ല. ഇന്നലെയും ഇന്നും എന്നേക്കും ദൈവം അനന്യൻ തന്നെ, മാറ്റമില്ലാത്തവൻ തന്നെ. ആമേൻ. അവന്റെ സ്വഭാവങ്ങൾക്ക് മാറ്റം വന്നില്ല. അവന്റെ സ്നേഹത്തിന് കുറവില്ല, അവന്റെ കരുണയ്ക്ക് കുറവില്ല, അവന്റെ ആർദ്രതയ്ക്ക് കുറവില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മ ഈ പകൽവേളയിൽ ഒരു കാര്യം ഓർപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥന കേൾക്കാതെ, ആമേൻ, നിലവിളി കേൾക്കാതെ ദൈവത്തിന്റെ കരങ്ങൾ ചലിക്കാതിരിക്കുന്നതിന്റെ ഒരു കാര്യം ആത്മാവ് പറഞ്ഞു, നിങ്ങളുടെ അകൃത്യങ്ങളാകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ ഈ പകൽ പരിശുദ്ധാത്മാവ് ബുദ്ധി പറയുകയാണ്. രക്തം ജയം. ഈ ഉപവാസ പ്രാർത്ഥന ചില മേഖലകളിൽ വിടുതൽ തരാനുണ്ട്. പക്ഷേ നമ്മുടെ അകൃത്യങ്ങളെയും കുറവുകളെയും ഒന്ന് സമ്മതിച്ച് ഒന്ന് നെടുമ്പാട് വീണ് ഒന്ന് കരയുമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നുണ്ട്, ആമേൻ, എന്തൊക്കെയോ എവിടേക്കോ ദൈവത്തിന് ചില ചെയ്യാറുണ്ട്. പക്ഷേ ആമേൻ, നമ്മുടെ കയ്യടിയുടെ മോശം കണ്ടു, അന്യഭാഷയുടെ കുറവ് കൊണ്ടല്ല. ആമേൻ, അതല്ല ആത്മാവ് പറയുന്നത്. കയ്യടിയുടെ കുറവും അന്യഭാഷയുടെ കുറവുമല്ല. ജീവിതത്തിൽ എന്തെങ്കിലും അകൃത്യങ്ങൾ വെച്ചുകൊണ്ടുള്ള, ഓമനിച്ച് വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളാണെന്നുണ്ടെങ്കിൽ അകൃത്യങ്ങളെ ഇന്ന് പകൽ ആമേൻ ഉപേക്ഷിക്കണമെന്നുള്ള ദൈവാത്മാവിന്റെ സന്ദേശത്തിന് ഞാൻ അടിവരയിടുക. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുകയാണ്, അകൃത്യങ്ങളും കുറവുകളും ഏറ്റുപറഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവമുൻപാകെ ഒന്ന് കരയാൻ തക്കവണ്ണം, ദൈവസന്നിധിയിൽ വിധേയപ്പെടാൻ തക്കവണ്ണം ആത്മാവ് ഈ ദൂത് നിങ്ങളോട് അറിയിക്കുക. പ്രൈസ് ദി ലോർഡ്. അകൃത്യങ്ങളാകും. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, അകൃത്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. വലിയവനായ ദൈവത്തെയും നമ്മയും തമ്മിൽ അകറ്റിക്കളയുന്ന, ആമീൻ, അകലം അത് വെക്കുന്ന ഒന്നാണ് പാപങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഈ ബൈബിളിൽ തന്നെ വിവിധ തരത്തിലുള്ള പാപങ്ങളുണ്ട്. വിവിധ തരത്തിലുള്ള പാപങ്ങളുണ്ട്. ആമീൻ. പാപം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ അത് പറഞ്ഞാലും അത് വലിയ ഡീപ്പായ സന്ദേശമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ പകൽക്കാലം നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. ഒരുപക്ഷെ നിങ്ങൾ പ്രതികരിക്കുവാൻ കഴിയാതെ വണ്ണം ആയിരിക്കുന്ന സാഹചര്യങ്ങളാണ് എനിക്കും നിങ്ങൾക്കും. ആമേ, അതറിയാം. പക്ഷേ ഹൃദയത്തിനകത്ത് ഒരു ഉണർവുണ്ടാകാനാ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. സ്തോത്രം. പാപമാണ് എന്ന് പറയുന്നത്, ആമേൻ, അത് അശുദ്ധിയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ജീവിതത്തെ ചൂണ്ടുന്നത് ആർക്കും അത് ഇഷ്ടമല്ല. പക്ഷെ കുറവുകൾ ചൂണ്ടുന്നത് ഇഷ്ടമല്ലെങ്കിലും നമ്മുടെ നന്മയ്ക്ക് അത് ആവശ്യമാകയാൽ പരിശുദ്ധാത്മാവിന് പറയണം. ഹല്ലേലൂയ. ആമേൻ. ശാപത്തിലേക്ക് വഴി തുറന്നത് പാപമാണ് പ്രിയരെ. ശാപത്തിലേക്ക് വഴി തുറന്നത് പാപമാണ്. ആമേൻ. ദൈവത്തെയും ആമേൻ നമ്മയും തമ്മിൽ ഭിന്നിപ്പിച്ചത്, ആമേൻ, അകറ്റുന്നത്, ആമേൻ, എന്താണ്? നമ്മുടെ ചിന്തകളും, ആമേൻ, നമ്മുടെ വാക്കുകളും പ്രവൃത്തികളുമാണ്. ആമേൻ. ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരോടും നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അനാവശ്യ ചിന്തകൾ ദൈവത്തെ നിങ്ങളെ തമ്മിൽ അകറ്റി, നിങ്ങളുടെ അനാവശ്യമായ വാക്കുകൾ ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ എന്നേ ആമേ അകറ്റിക്കളഞ്ഞെന്നറിയാമോ? നിങ്ങളുടെ അനാവശ്യമായ പ്രവൃത്തികൾ ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ എന്നേ അകറ്റിയെന്നറിയാമോ? അതറിയാതെ പോകരുത്, അതറിയാതിരിക്കരുത്. ഇന്ന് പകൽക്കാലം അത് ഓർമ്മ വരുന്നുവെങ്കിൽ ആ വാക്കുകളെ ഒന്ന് ഏറ്റു പറഞ്ഞുകൊള്ളണം. അത് ഓർമ്മ വരുന്നെങ്കിൽ ആ തെറ്റുകളെ ഒന്ന് ഏറ്റുപറയണം. സ്തോത്രം. പാപം പരിശുദ്ധനായ ആമേൻ ദൈവം ഏറ്റവും വെറുക്കുന്നതാണ് എന്ത്? അശുദ്ധി. ആമേൻ. സ്തോത്രം. അശുദ്ധിയുള്ള ആമേൻ അനുരഞ്ജനം, ആമേൻ, വിശുദ്ധനായ ദൈവത്തിന്
കഴിയുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അശുദ്ധിയുള്ള അനുരഞ്ജനം നമുക്ക് സാധ്യമല്ല, ദൈവത്തിന് അത് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. ഒരു പ്രവാചകനായിരുന്നാലും, ഒരു സഭയുടെ പാസ്റ്ററായിരുന്നാലും, ഒരു ദരിദ്രനായിരുന്നാലും, ഒരു ധനവാനായിരുന്നാലും, ആമേൻ സ്തോത്രം, സൗന്ദര്യമുള്ളവനായിരുന്നാലും സൗന്ദര്യമില്ലാത്തവനായിരുന്നാലും, ആമേൻ സ്തോത്രം, തെറ്റാര് ചെയ്താലും ആമേൻ അത് പാപം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അതാര് പ്രവർത്തിച്ചാലും പാപം തന്നെയാണ്. ഏറ്റവും വലിയ തടസ്സം ആമേൻ പ്രാർത്ഥനയ്ക്ക് തടസ്സം, ദൈവപ്രവൃത്തിക്ക് തടസ്സം, ദൈവത്തിന് സ്തോത്രം അശുദ്ധി തന്നെയാ. പ്രൈസ് ദി ലോർഡ്. അതൊന്ന് ഏറ്റു പറയാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുമ്പ്, ഇതിന് സ്ഥാപനം കുറിക്കും മുമ്പേ എനിക്കറിയത്തില്ല, ദൈവജനത്തോടായി സ്നേഹത്തോട് ആത്മാവ് പറയുന്നു, ആ പാപത്തിനൊരു പരിഹാരം ഒന്ന് വരുത്തിയാൽ ഇന്ന് പകൽ ദൈവകരം നിനക്ക് വേണ്ടി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ദൈവകരം നിനക്ക് വേണ്ടി വ്യാപരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാമല്ലോ, ശാപം മാറ്റാനുള്ള വഴി പാപം മാറ്റുക എന്നുള്ളതാണ്. ശാപം മാറ്റാനുള്ള ഏക വഴി പാപം മാറ്റുക എന്നുള്ളതാണ്. പല ആളുകളും ഇന്ന് വല്ലാതെ ഭാരപ്പെടുകയാണ്, അസ്വസ്ഥരാവുകയാണ്. ആമേൻ. അവര് അസന്തുഷ്ടരായി ജീവിക്കുകയാണ്. സമാധാനക്കേടുകൾ, അസ്വസ്ഥതകൾ അവരെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്താണ് പ്രശ്നം? അവരുടെ പാപങ്ങൾ ആമേൻ അത്രയെന്ന് ദൈവാത്മാവ് പറയുകയാണ്. ഇന്ന് പകൽക്കാലം സ്തോത്രം, ഈ പാപം എന്ന് പറയുമ്പോൾ തന്നെ ബൈബിളില് വചന വെളിപ്പാടിൽ 3-4 പാപങ്ങൾ ഞാൻ പറയാം കേട്ടോ. നിങ്ങൾ ആരും ആമേൻ സ്തോത്രം ഇത് ശ്രദ്ധിക്കാതെ പോകരുത്. വചന വെളിപ്പാടിൽ പറയുക 3-4 പാപങ്ങളുണ്ട്. നമുക്ക് ഒരു പാപം 90-ാം സങ്കീർത്തനത്തിൽ കിടക്കുന്നു. അതെന്തോന്നറിയാം? ആ പാപത്തിന്റെ പേരാണ് രഹസ്യ പാപം. അത് പറഞ്ഞേ, രഹസ്യ പാപം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 90-ാം സങ്കീർത്തനം 8-ാം വാക്യമല്ലേ നമ്മൾ വായിച്ചിട്ടുണ്ട്. നമുക്ക് വായിക്കാൻ ഒക്കെ പലപ്പോഴും കഴിയുന്നൊരു ഭാഗം ധ്യാനിച്ചിട്ടുള്ളതാണ്. നല്ല മനോഹരമായ ഒരു സങ്കീർത്തനം. 90-ന്റെ 8 ഒന്ന് വായിച്ച ഒരാൾ. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര ക്ലിയർ ആയിട്ട് ആ വചനം നമ്മുടെ കാതിലേക്ക് കേട്ടത് അല്ലേ? എത്ര കറക്റ്റ് ആയിട്ടാണ് ആ വചനം കിടക്കുന്നത്. ആമേൻ. എന്താ പറയുന്നറിയാമോ? ആമേൻ. നീ ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ. അപ്പൊ ബൈബിളിൽ 3-4 പാപങ്ങൾ ഞാനിപ്പോ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാം. അതിൽ ഒന്നാമത്തെ പാപമാണ് എന്തോ പാപം പറഞ്ഞേ? രഹസ്യ പാപം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ആമേൻ മറഞ്ഞിരിക്കുന്ന, ആമേൻ, മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ മറഞ്ഞിരിക്കുന്ന, ആമേൻ, നമ്മുടെ പാപങ്ങളാണ് രഹസ്യ പാപങ്ങൾ. സ്തോത്രം. ഈ പ്രാർത്ഥനയിൽ ഓരോരുത്തരെയും ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ആമേൻ ഇങ്ങനെ കണ്ടുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, മറ്റുള്ളവരുടെ ദൃഷ്ടികളിൽ പ്രൈസ് ദി ലോർഡ് മറഞ്ഞിരിക്കുന്നു. ആമേൻ, നമ്മെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് എല്ലാവർക്കും. സഭയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ സാന്നിധ്യം സഭയിലുണ്ട്. നമ്മുടെ ആത്മാർത്ഥത സഭയിൽ കാണിക്കുന്നുണ്ട്. പാസ്റ്റർക്ക് നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ്. ആർക്കും നമ്മളെക്കുറിച്ച് ദോഷമൊന്നും പറയാനില്ല. കാരണം പാസ്റ്റർ നോക്കുമ്പോൾ നമ്മളെല്ലാം ഓക്കെ. എല്ലാവരുടെ മുമ്പിൽ നമ്മൾ ഓക്കെയാ. പക്ഷേ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. മറ്റുള്ളവരുടെ മുൻപിൽ മറയപ്പെട്ട് കിടക്കുന്ന പാപങ്ങളാണ് രഹസ്യ പാപങ്ങൾ. ദൈവത്തിന് അതറിയാം. നിങ്ങൾക്കറിയാം, പിന്നെ ദൈവത്തിനറിയാം. ഒന്ന് പറഞ്ഞേ, നിങ്ങൾക്കറിയാം, ആ പാപം ദൈവത്തിനും അറിയാം. നിങ്ങൾ അറിയുന്നത് പോലെ തന്നെ അത് ദൈവത്തിനും അറിയാം. സ്തോത്രം. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽക്കാലം രഹസ്യമായിട്ടുള്ള നമ്മുടെ തെറ്റുകളെ നമുക്കൊന്ന് ഏറ്റു പറഞ്ഞ് കർത്തൃ സന്നിധിയില് ഈ പ്രാർത്ഥനയിൽ ഒന്ന് ദൈവത്തോട് ചേരണം. നാം ചെയ്യുന്ന തെറ്റുകൾ നമുക്കും അതിൽ ആരെങ്കിലും ഇനി പങ്കാളികളാണോ? ഒരുപക്ഷെ നിങ്ങൾ മാത്രമായിരിക്കില്ല, വേറൊരു വ്യക്തി അതിൽ പങ്കാളിയുണ്ടോ? ആ വ്യക്തിയും ആ തെറ്ററിയുന്നു. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്കും അതറിയാം. ആമേൻ. സ്തോത്രം. അവർക്ക് മാത്രം അറിയാവുന്ന തെറ്റുകളാണ് രഹസ്യ പാപങ്ങൾ. ആമേൻ. ഹല്ലേലൂയ. ഏകാന്ത സമയങ്ങളിലും ശ്രദ്ധിച്ചു കേൾക്കണം. ഏകാന്ത സമയങ്ങളിലും സമയങ്ങളിലും ദിവസങ്ങളിലും ആയിരിക്കുന്ന സാഹചര്യങ്ങളിലും മനസ്സിൽ നാം ചെയ്യുന്ന തെറ്റുകളാണ് രഹസ്യമായ പാപങ്ങൾ. യെസ്. ഹല്ലേലൂയ. ഏകാന്തമായ സമയങ്ങളിൽ. സ്തോത്രം. എബ്രായലേഖനം 4:13 നിങ്ങളെ ശ്രദ്ധിക്കണം കേട്ടോ. എബ്രായലേഖനം 4:13 എടുത്തവർ വേഗം ഒന്ന് വായിക്കും, നമ്മുടെ സമയം കളയാതെ. ആ വചനത്തിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വേണ്ടി. 4:13. അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും. മതിയച്ച. അത് വായിക്കുമ്പോഴേ എല്ലാവർക്കും അറിയാം. അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല.
അവനുമായിട്ടാകുന്നു ആമേൻ നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾ ഏർപ്പെടുന്നത്. യേശുവിനെ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ആ വിചാരത്തോടെ നമ്മളായിരിക്കണം. സകലതും അവന്റെ കൺമുൻപിൽ സകലതും അവന്റെ കണ്ണിന് നഗ്നമായിട്ട് കിടക്കുന്നു. അവനുമായിട്ടാണ് കാര്യം. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ അനേക വർഷം പിന്നിട്ടിരിക്കുന്ന വിശ്വാസ ജീവിത യാത്രയിൽ നിൽക്കുന്ന ദൈവമക്കളോട് അതിശക്തമായ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിന് പറയാറുണ്ട്, ഇന്ന് പകൽക്കാല ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ രഹസ്യമായി ആരുമറിയാത്ത ആ കാര്യങ്ങളെ ഇന്ന് പകൽ ദൈവം അറിയും. സ്തോത്രം. രഹസ്യ ജീവിതത്തിൽ വിശ്വസ്തത പുലർത്തുന്നവരായാൽ, സ്തോത്രം, രഹസ്യ ജീവിതത്തിൽ വിശ്വസ്തത പുലർത്തുന്നവരാകുമ്പോൾ ദൈവം നമ്മളെ ഉപയോഗിക്കാൻ ഇടയായിത്തീരും. ഓ ഹല്ലേലൂയ. രഹസ്യ ജീവിതത്തിൽ വിശ്വസ്തത പുലർത്തുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ദാവീദ് നമുക്കറിയാമല്ലോ, ആരും അറിയാതെ താൻ കാട്ടിൽ ഇങ്ങനെ ആയിരുന്ന സമയത്ത് അവിടെ വെച്ച് ആ ദാവീദ് വിശ്വസ്തനായിരുന്നു. ആരുമില്ല ആ കാട്ടിനുള്ളിൽ ദാവീദ് ജീവിക്കുമ്പോൾ ദാവീദ് വിശ്വസ്തനായിരുന്നു. ദൈവനെ തെരഞ്ഞെടുത്തു. നമുക്കറിയാം, ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരുത്തേണ്ടതിന് ദൈവനെ തെരഞ്ഞെടുത്തു. ആമേൻ. അങ്ങനാണെങ്കിൽ ആരും കാണാത്തപ്പോഴും ദൈവം നിന്നെ കാണുന്നു. ഒന്ന് പറഞ്ഞേ, ആരും കാണാത്തപ്പോഴും ദൈവം നമ്മെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ഈ ഐസ് കട്ട, ഫ്രിഡ്ജിനകത്തെ ഐസ് കട്ട ഉണ്ടല്ലോ, അതെടുത്ത് നിങ്ങൾ വെള്ളത്തിലിടണം. സൗകര്യമാർക്കൊക്കെ അറിയാം. വെള്ളത്തിലിട്ടാല് ആ ഐസ് കട്ട 90% അതിങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കും. അതിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ വെള്ളത്തിന് മുകളിലോട്ട് കാണുന്നുള്ളൂ. അതിന്റെ കാരണം എന്താ? നമുക്കറിയാമല്ലോ, ഐസ് കട്ട, നല്ല തണുപ്പുള്ള ഐസ് കട്ട, അത് വെള്ളത്തിലിട്ടാൽ അത് കംപ്ലീറ്റും ഏതാണ്ട് ഒരു 90% മറയപ്പെട്ട് കിടക്കുക, അല്പം മാത്രം കാണും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം പല ഭാഗങ്ങളും മറയപ്പെട്ട് കിടക്കുക. ചെറിയ ഭാഗമേ ജനം കാണുന്നുള്ളൂ. നമ്മുടെ കയ്യടിയും പ്രാർത്ഥനകളും നമ്മുടെ സാന്നിധ്യവും നമ്മുടെ ഉന്മേഷവും ഒക്കെ ആളുകൾ കാണുമ്പോഴും വേറൊരു രഹസ്യ മണ്ഡലമുണ്ട്. യെസ്, പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം കാണുമ്പോൾ വേറൊരു രഹസ്യ മണ്ഡലമുണ്ട്. അതിനെ കാണുന്ന കണ്ണുകളാണ് ആ 2 കണ്ണുകൾ, അഗ്നി ജ്വാലയ്ക്കത്തുള്ള കണ്ണ്, യേശുവിന്റെ കണ്ണ്. ആ കണ്ണുകൾ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർക്ക് ദൃശ്യമല്ലാത്തത്, ഹല്ലേലൂയ, നമ്മുടെ ചിന്താമണ്ഡലവും നമ്മുടെ ഉദ്ദേശങ്ങളും നമ്മുടെ സംസാരങ്ങളും എല്ലാം വെളിപ്പെടുത്തുന്നത് നമ്മുടെ രഹസ്യ ജീവിതത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നോക്കുന്നത് നമ്മുടെ ഉദ്ദേശമാണ്, നിർമ്മലതയാണ്. സ്തോത്രം. നല്ല മനോഭാവത്തെയാണ് ദൈവം നോക്കുന്നത്. ദൈവത്തിന് നമ്മെ അനുഗ്രഹിപ്പാൻ സാധിക്കും. പക്ഷേ സ്തോത്രം, ഇങ്ങനെയാണ് വായിക്കുന്നത്, മനുഷ്യർ പുറമെ ഉള്ളത് കാണുന്നു, ദൈവമോ ഹൃദയങ്ങളെ നോക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞേ, മനുഷ്യർ പുറമേ ഉള്ളത് കാണുമ്പോൾ ദൈവം ഹൃദയങ്ങളെ കാണുന്നു. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ഉപവാസ പ്രാർത്ഥനയിൽ ഇന്ന് പകൽ പ്രാർത്ഥനയോടിരിക്കുന്ന ദൈവമക്കളോട് ഓരോരുത്തരോടും പറയുക, മക്കളെ, കർത്താവ് പറയുകയാണ്, ആത്മാവിന് ഇടപെടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വേറൊരു മേഖല, രഹസ്യമായ ഒരു മണ്ഡലം ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിലേക്ക് വിരൽ ചൂണ്ടുക ആത്മാവ്. ശുദ്ധിയുള്ള ഹൃദയത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. ശുദ്ധിയുള്ള ഹൃദയത്തിന് വേണ്ടി നിങ്ങൾ ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം. ഹൃദയ ശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണുന്നത് പെന്തക്കോസ്തുകാരെന്ന് വചനത്തിലില്ല. ദൈവത്തെ കാണുന്നത് യാക്കോബക്കാരല്ല. ദൈവത്തെ കാണുന്നത് സ്തോത്രം പാരമ്പര്യ ക്രിസ്ത്യാനികളല്ല. ദൈവത്തെ കാണുന്നത് പാരമ്പര്യ പെന്തക്കോസ്തുകാരല്ല. ദൈവത്തെ കാണുന്നത് ഹൃദയ ശുദ്ധിയുള്ളവർ. സ്തോത്രം. അവരാണ് ദൈവത്തെ കാണുന്നത്. ഈ ആധുനിക യുഗത്തിൽ ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ നമ്മൾ ക്രിസ്തീയ ജീവിതം ചെയ്യുമ്പോൾ ഈ ആധുനികതയുടെ മണ്ഡലത്തിൽ നമുക്ക് എല്ലാവർക്കും മറ്റുള്ളവരെ സ്തോത്രം സന്തോഷിപ്പിക്കാൻ കഴിയുന്നവരാ. പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തിരിക്കുന്ന എല്ലാ ആലോചനകളും അവൻ വെളിയിൽ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. നാം ചെയ്യുന്ന എല്ലാ രഹസ്യ കാര്യങ്ങളും രക്തം തമ്പുരാൻ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 8:12 ഒന്ന് വായിച്ചേ. എബ്രായ ലേഖനം 8:12. എബ്രായ 8:12. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്.
ആമേൻ എന്ന് പറഞ്ഞാൽ ഈ രഹസ്യ പാപങ്ങളെല്ലാം കൂടെ അതെ അകത്ത് വെച്ച് നമ്മൾ കൈയടിക്കരുത്. നമ്മൾ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകാൻ യാചിക്കരുത്. സ്റ്റോപ്പ്. ഇതിനെ വിരാമമിടാൻ പരിശുദ്ധാത്മ പറയുകയാണ്. ഇന്ന് രഹസ്യമായി ഓമനിച്ച് വെച്ചിരിക്കുന്ന സകല തെറ്റുകളും ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രിയരെ ഇന്ന് അതിനോട് നീ വിട പറയണം. അതിനെ ഓമനിച്ച് വെച്ചുകൊണ്ടുള്ള എല്ലാ നമ്മുടെ ആത്മീയ മണ്ഡലങ്ങളും ശൂന്യമാണ്. പ്രൈസ് ദി ലോർഡ്. അത് മറന്നു പോകരുത്. സ്തോത്രം. അപ്പോ നമ്മൾ ചിന്തിച്ചു പാപങ്ങൾ ദൈവവചന വെളിച്ചത്തിൽ ഞാൻ 3-4 പാപം പറയാനാ പോകുന്നേ. സ്തോത്രം. രക്ഷിപ്പാൻ എന്റെ ദൈവം ശക്തനാ, പക്ഷെ അകർത്യം നിമിത്തം അവൻ നിസ്സഹായകനായി നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയാതെ അവൻ അകന്ന് മാറി നിൽക്കുന്നു. അവന് കഴിയുന്നില്ല, സഹായിപ്പാൻ കഴിയുന്നില്ല എന്നവൻ പറയുകയാണ്. അപ്പോൾ ഒന്ന് രഹസ്യ പാപമാണ്. ഇനി അടുത്ത പാപം ഏതാണെന്ന് പറയുന്നുണ്ട്. ബൈബിൾ പറയുന്നു. രണ്ടാമത്തെ ഒരു പാപത്തെ കുറിച്ച് ബൈബിൾ നൽകുന്നത് 19-ാം സങ്കീർത്തനം 12-ാം വചനമാണ്. 19-12 പറയുന്ന പാപം എന്തോ പാപമാണ്. അവിടെ എന്തോ പറയുന്നേ? തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. വാഴരുത് അവ എന്റെ മേൽ. ഓ ജീസസ് നെയിം. അവ എന്റെ മേൽ എന്ത് ചെയ്യരുത്? വാഴരുത്. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. സ്വമേധ പാപങ്ങൾ ബോധപൂർവം ചെയ്യുന്ന പാപങ്ങളാണ് സ്വമേധ പാപം. ഇപ്പൊ നമ്മൾ കേട്ട പാപം രഹസ്യ പാപമാണ്. ഇപ്പൊ അടുത്ത പാപത്തെ കുറിച്ച് ബൈബിൾ പറയുന്നു. സ്വമേധാ പാപം. അതെന്താണ്? ബോധപൂർവം ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റുകളാണ്. അതാണ് സ്വമേധാ പാപം. സ്തോത്രം. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ. കരുതിക്കൂട്ടി ചെയ്യുന്നത്, മനസ്സിൽ ഉറച്ചു തീരുമാനിച്ചിട്ട് ആ സമയത്ത് ചെയ്യുന്നത്, നേരത്തെ കാലെ കുട്ടി ചിന്തിച്ച് തീരുമാനിച്ചിട്ട് ചെയ്യുന്ന പാപങ്ങൾക്ക് പറയുന്ന പേരാണ് സ്വമേധാ പാപം. ബോധപൂർവം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനാണെങ്കിൽ അത് ചെയ്യുമ്പോൾ അവർക്ക് ശിക്ഷ ഏറുമെന്നാണ്. പ്രത്യേകിച്ച് വിശുദ്ധന്മാർ, ദൈവമക്കൾ അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുമ്പോൾ അതികഠോരമായ ശിക്ഷയുണ്ടാകും. അതിദാരുണമാം വിധം ശിക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ചെയ്യുവാൻ തീരുമാനിച്ച കാര്യങ്ങൾ ദൈവത്തിന് പ്രസാദകരമാകുന്നു എന്ന് ഒന്നുകൂടെ വിചിന്തനം ചെയ്യണം. ഇപ്പോൾ ആ ചെയ്യാൻ പോകുന്ന കാര്യം ഇന്ന് അനേകർ പാപം ചെയ്യുന്നു. ആ പാപത്തിന്റെ അതിന്റെ ഗൗരവം ഭയങ്കരമാണ്. അതും ദിവസങ്ങൾക്ക് മുൻപേ ചിന്തിച്ച്, ദിവസങ്ങൾക്ക് മുന്നമേ കാര്യങ്ങൾ ആലോചിച്ച് സ്തോത്രം അതിനോട് വേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് കരുതിക്കൂട്ടി ചെയ്യുന്ന പ്രവൃത്തിക്ക് തമ്പുരാന്റെ ശിക്ഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അറിയാതല്ല, അറിഞ്ഞുകൊണ്ടാണ്. രക്ഷിപ്പാൻ കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ അകൃത്യങ്ങൾ ഇന്ന് പകൽ നമ്മെ തടയുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം വെറുക്കുന്ന പാപം. സ്തോത്രം. ദൈവം ഇഷ്ടപ്പെടുന്നത് അതായിട്ടുള്ള കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പാപം ചെയ്യുന്നതും പാപത്തിൽ വീഴുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. പാപം ചെയ്യുന്നതും പാപത്തിൽ വീഴുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പാപം ചെയ്യാതെ നാം നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കണമെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്. പാപം ചെയ്യാതെ നമ്മെ തന്നെ സൂക്ഷിക്കുക. സ്തോത്രം. നമ്മുടെ കർത്താവ് പ്രത്യാശയുള്ളവനാ എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൽ പ്രത്യാശയുള്ള ആള് അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നാം എന്തായിരിക്കണം? നിർമ്മലരായിരിക്കണം. 1 യോഹന്നാൻ 3:3 പറയുന്നില്ലേ? സ്തോത്രം. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ തന്നെത്താൻ സൂക്ഷിക്കുന്നു. അങ്ങനെയല്ലേ? ദൈവത്തിൽ ജനിച്ചവരൊക്കെ എങ്ങനെ സൂക്ഷിക്കുന്നു? അവിടെ കൂടെ ആരും വേണ്ട. ദൈവത്തിൽ നിന്ന് ജനിച്ചവരെല്ലാം ദൈവം തന്നെത്താൻ സൂക്ഷിക്കാൻ ദൈവം കൃപ കൊടുക്കും. അല്ലേ? 3:3 5:18 വായിച്ചു. ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഇനി 5:18 ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവർ ആരും പാപം ചെയ്യുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര ശക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ പാപം ചെയ്യാതെ ഇങ്ങനെ സൂക്ഷിക്കുന്ന ആളുകളെ ദൈവവും സൂക്ഷിക്കും. ഇത്രയേ ഉള്ളൂ. പാപം ചെയ്യാതെ നാം നമ്മെ സൂക്ഷിച്ചാൽ ദൈവം നമ്മെ സൂക്ഷിക്കും. ഹല്ലേലൂയ.
ആമേ സ്തോത്രം. ദുഷ്ടൻ അവനെ എന്ത് ചെയ്യത്തില്ല? ഒന്നുറക്കെ പറഞ്ഞു. അങ്ങനെയുള്ളവരെ ദുഷ്ടൻ എന്ത് ചെയ്യത്തില്ല? തൊടുകയില്ല. യൂദ 24 വായിച്ചാൽ മതി. ആമേ സ്തോത്രം. അവിടെ വായിക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ എടുത്തെങ്കിൽ വായിക്കാം കേട്ടോ. യൂദ 24. ആമേ സ്തോത്രം. വീഴാതെ നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. ആമേൻ. വീഴാതെ വണ്ണം നിർത്തുന്നത് ആരാന്നറിയാമോ? ദൈവമാ. കഴിഞ്ഞ ദിവസം ആമേൻ ദൈവപൈതലേ നീ വീഴുമായിരുന്നു. ആമേൻ. നിന്റെ ജീവിതത്തിൽ വലിയ വീഴ്ച വരുമായിരുന്നു. പക്ഷേ നീ സൂക്ഷിച്ചപ്പോ ദൈവം നിന്നെ സൂക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. പലരും വീണുപോയി. അവരുടെ നടുവില ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിർത്തിയിരിക്കുന്നത്. വീഴാതെ വണ്ണം അവൻ നിർത്തിയിരിക്കുക. എന്തിനാണെന്നറിയാം? അവന്റെ മഹിമാസനത്തിൽ ആമേൻ ആമേൻ നിർമ്മലരായി നിർത്തേണ്ടതിന് നിന്നെ സൂക്ഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പൊ സുബോധമുള്ളവരാരും മനഃപൂർവ്വമായിട്ട് വീണ് പരിക്ക് ഉണ്ടാക്കുകയില്ല. ഉണ്ടാകുമോ? സുബോധമുള്ള ആളുകൾ ആരും മനഃപൂർവ്വം എന്ത് ചെയ്യത്തില്ല? ബോധപൂർവം വീണ് പരിക്കേൽക്കാറില്ല. എന്നാൽ അബദ്ധത്തിൽ വഴുതി വീഴും. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് ഒരാൾ ഇറങ്ങി വഴുതി വീണു. അബദ്ധത്തില്ല. ചർച്ച കഴിഞ്ഞ് ഇറങ്ങി അല്പം നടക്കലൊക്കെ ഉണ്ട്. ഇറങ്ങിയ വഴി ആള് വഴുതിപ്പോയി. അപ്പൊ പുള്ളിക്കാരൻ വീണു. വലിയ വിഷമായി. പക്ഷെ അത് അറിയാതെ അങ്ങ് വീണതാണ്. പക്ഷേ അവിടുന്ന് ഒരാൾ ഇറങ്ങിച്ച് എനിക്ക് നടക്കുന്നില്ല, നമ്മുടെ സ്റ്റെപ്പിന്റെ അവിടെ ഒന്ന് വീണമെന്ന് കരുതി മനഃപൂർവ്വം ആലയത്തിരുന്ന് ചിന്തിച്ച് ഇറങ്ങിപ്പോയി വീണാലോ? ആ വീഴ്ച എന്തുവാ? ബോധപൂർവം. പക്ഷെ മറ്റത് അറിയാതെ വീണത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പാപത്തിലേക്ക് വഴുതി വീഴാതെ സൂക്ഷിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. പക്ഷെ നാം നമ്മെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഇവിടെ ആമേൻ രക്ഷിക്കപ്പെട്ട ഒരുവന് പൂർണ്ണ മനസ്സോടെ ആമേൻ പാപം ചെയ്യാൻ ത്രാണിയില്ല. പറഞ്ഞേ, രക്ഷിക്കപ്പെട്ട ഒരുവന് പറഞ്ഞേ പൂർണ്ണ മനസ്സോടെ പാപം ചെയ്യാൻ ത്രാണിയില്ല, ശേഷിയില്ല. കാരണം അവൻ രക്ഷിക്കപ്പെട്ടവനാ. ആമേൻ. അബദ്ധത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. അതിന് ലൈസൻസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. പക്ഷെ പൂർണ്ണ മനസ്സോടുകൂടെ പാപം ചെയ്യുവാനായിട്ട് അവന് കഴിയില്ല എന്ന് ബൈബിൾ നമ്മൾ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതാണ് രക്ഷിക്കപ്പെട്ടതിന്റെ ഒരു തെളിവ്. പാപം ചെയ്യുമ്പോഴും അതിനുശേഷവും ദൈവമക്കൾക്ക് ഒരു ഹൃദയവേദന ഉണ്ടായിരിക്കും. കണ്ടോ? പാപം ചെയ്യുമ്പോഴും അതിനുശേഷവും ഒരു ദൈവവൈതലിന് ചെയ്ത കാര്യത്തിന് ഒരു ഹൃദയവേദന ഉണ്ടാകും. പക്ഷെ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഒരു വേദനയും ഇല്ല, അവർക്കൊരു സങ്കടവും ഇല്ല. കാരണം അവർ ദൈവത്തിൽ നിന്നല്ല ജനിച്ചത്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ ഒരു കുശലമില്ലാതെ അവർ പോവുകയാണ്. നാം ഈ ദിവസങ്ങളിൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് ആമേൻ ദൈവ പൈതലേ നീ ആമേൻ വിടുതൽ പ്രാപിക്കണം. സ്തോത്രം. സ്തോത്രം. ഒരു പക്ഷേ ഞാനിന്ന് ഈ മെസ്സേജ് പറയുമ്പോ ആമേൻ നിങ്ങൾ ചിന്തിക്കും, അയ്യോ പാസ്റ്റർ എന്താ ഞങ്ങൾ ഇങ്ങനെയല്ലല്ലോ പ്രതീക്ഷിച്ചേ. ഇത് തന്നെയാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. ഉപവാസ പ്രാർത്ഥനയിലെ ഉണർവെന്ന് പറയുന്നത് നമ്മുടെ കയ്യടിയല്ല ഉണർവ്, അന്യഭാഷയല്ല ഉണർവ്. ഉണർവെന്ന് പറയുന്നത് അനുതാപം, ഉണർവെന്ന് പറയുന്നത് കണ്ണുനീര്, ഉണർവെന്ന് പറയുന്നത് പാപബോധം, ഉണർവെന്ന് പറയുന്നത് കുറ്റബോധമാണ് ഉണർവ്. ഉണർവെന്ന് പറയുന്നത് അന്യഭാഷയല്ല. അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇന്ന് മുതൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ വചനഭാഗം കേട്ടുകൊണ്ടിരിക്കവേ നിങ്ങളുടെ അകത്തളങ്ങളിൽ ആത്മാവ് ഒരു ഇടപെടിയിൽ തന്നാൽ, പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിച്ചു കഴിയുമ്പോൾ ഈ ഉപവാസം വിജയിച്ചു എന്ന് ഞാൻ ആത്മാവിൽ കാണുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നാം നമ്മെ തന്നെ സൂക്ഷിക്കുക, വീഴരുത്, വീണ് പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കുക, ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ വെക്കാൻ വേണ്ടി ദൈവം ഇങ്ങനെ കാത്തിരിക്കുക. നമ്മളെ രക്ഷിക്കാൻ ആ കരവുമായിട്ട് ദൈവം നിൽക്കുമ്പോ കർത്താവ് പറയാം, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുന്നില്ല കുഞ്ഞെ, നീ ആ പാപം ഒന്ന് വിട്ടേച്ചു വാ, നീ ആ രഹസ്യ പാപം ഒന്ന് വിട്, ആ രഹസ്യ തെറ്റുകളെ ഒന്ന് വിട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രഹസ്യ പാപങ്ങൾ. ജീസസ്. കുഞ്ഞുങ്ങളോട് ഞാൻ ദൂത് പറയുകയാണ്, മക്കളെ, ബാല്യത്തിലെ പാപങ്ങൾ, അങ്ങനെ ഒരു വാക്യമുണ്ട്, ബാല്യത്തിലെ പാപങ്ങൾ. മക്കളെ, നിങ്ങളുടെ ബാല്യത്തിലെ പാപങ്ങൾ നിങ്ങളെ ചതിക്കരുത്. നിങ്ങൾ രഹസ്യമായി ആരും അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ നിങ്ങളെ ചതിക്കരുത്. നിങ്ങളുടെ ഫോണുകൾ നിങ്ങളെ ചതിക്കരുത്. നിങ്ങളുടെ ഫോൺ സംഭാഷണങ്ങൾ നിങ്ങളെ ചതിക്കരുത്. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ രാത്രി എന്നോട് ശക്തമായിട്ട് ഇടപെട്ടു. ഈ വചനം പറയാൻ എനിക്കറിയത്തില്ല, നിങ്ങൾ എന്നോട് ശ്രമിക്കണം. നിങ്ങളുടെ ഫോൺ കോളുകൾ നിങ്ങൾ വളരെ വിശുദ്ധമാക്കി സൂക്ഷിക്കുവാൻ.
നിങ്ങളുടെ സംഭാഷണങ്ങൾ സൂക്ഷിക്കുവാൻ, രഹസ്യമായി നിങ്ങൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ, രഹസ്യത്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ആമേൻ നിങ്ങൾ സൂക്ഷിക്കുവാൻ. നിങ്ങളുടെ ചിന്ത വഴിവിടരുത്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വഴിവിടരുത്, നിങ്ങളുടെ ചിന്താ മണ്ഡലങ്ങൾക്ക് അശുദ്ധി ഉണ്ടാവരുത്, നിങ്ങളുടെ കണ്ണുകൾക്ക് അശുദ്ധി ഉണ്ടാവരുത്, നിങ്ങളുടെ ചെവികൾക്ക് അശുദ്ധി ഉണ്ടാകരുത്. പാപത്തെ പാപമെന്ന് കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു ആമേൻ രക്ഷിക്കാൻ കഴിയാതെ വണ്ണം ആമേൻ നിങ്ങളുടെ കണ്ണുകൾ അശുദ്ധിയിലേക്ക് പോയി, രക്ഷിക്കാൻ കഴിയാതെ വണ്ണം നിങ്ങളുടെ ചെവി അശുദ്ധിക്ക് വിട്ടുകൊടുത്തു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം നിങ്ങളുടെ ഹൃദയത്തെ അശുദ്ധിക്കായി ഏൽപ്പിച്ചു. അതുകൊണ്ട് മടങ്ങി വരൂ എന്ന് ദൈവാത്മാവ് പറഞ്ഞു. ആമേൻ. അപ്പൊ 1 രഹസ്യപാപം, 2 സ്വമേധാ പാപം, 3 19 സങ്കീർത്തനം 12 മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ, അല്ലേ? അങ്ങനല്ലേ? 19:12 തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. അപ്പൊ അടുത്ത പാപത്തിന്റെ പേരാണ് മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ. ആമേൻ. മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചില പ്രവൃത്തികളും വിചാരങ്ങളും പാപമാണ്, പക്ഷെ അത് പാപമാണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. ആമേൻ. അത് പാപമാണെന്ന് ദൈവദൃഷ്ടിയിലുണ്ട്, പക്ഷെ നമ്മൾ പറയുന്നു നമുക്ക് തിരിച്ചറിവില്ല, അത് പാപമാണെന്ന് അറിയത്തില്ല. രഹസ്യ പാപങ്ങൾ പാപമാണ്, നമുക്ക് ബോധ്യമുണ്ട്, എന്നാൽ മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ നാം തിരിച്ചറിയാത്ത പാപങ്ങളാണ്. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് അത് തെറ്റാണെന്ന കുറ്റബോധം നമുക്കുണ്ടാകുന്നില്ല. ആമേൻ. സ്തോത്രം. അപ്പൊ ദൈവമക്കളിൽ വലിയൊരു പങ്ക് ആളുകൾ ഇതിൽ പെട്ട് കിടക്കുക. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ചില കാര്യങ്ങൾ ദൈവം ഭാഗം തെറ്റാ, പക്ഷെ അത് ചെയ്യുമ്പോൾ ഒരു ഭയവും ഇല്ല, വളരെ ഈസി ആയിട്ടാ ചെയ്യുന്നു. സ്തോത്രം. ആമേൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് പകല അതൊന്ന് ഏറ്റെടുക്കണം. സ്തോത്രം. നാം കുറച്ച് ഇരുട്ടത്ത് നിൽക്കുമ്പോൾ ആമേൻ. സ്തോത്രം. നമ്മുടെ വസ്ത്രത്തിലുള്ള അഴുക്ക് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയില്ല. കുറച്ച് ഡാർക്ക്നെസ് വന്നാൽ വസ്ത്രത്തിൽ ഇരിക്കുന്നത് കാണാൻ കഴിയില്ല, വെളിച്ചത്തിന്റെ അഭാവം കൊണ്ടാണ്. ഇതുപോലെയാണ് ചില പെന്തക്കോസ്തുകാർ ചില തെറ്റുകൾ തെറ്റല്ലെന്ന് പറയുന്നത് അവരുടെ അകത്ത് അല്ലെങ്കിൽ അവരിൽ ദൈവിക പ്രകാശം കുറഞ്ഞുപോയി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രകാശം ഇല്ലാത്തതിനാൽ ആ തെറ്റുകളെ കുറിച്ച് ബോധമുണ്ടാകുന്നില്ല. തെറ്റുകളെ കുറിച്ച് എന്തില്ല? ബോധമുണ്ടാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം പിശാചും മറച്ചു വെച്ചിരിക്കും. ചില ആളുകളുടെ ദൃഷ്ടി പ്രകാശിക്കുന്നില്ല, ചില തെറ്റുകൾ മറച്ചു വെച്ചിരിക്കുകയാണ് പിശാച്. ആ മറയപ്പെട്ടിരിക്കുന്ന തെറ്റുകൾ നിമിത്തമാണ് ദൈവത്തിന് നിന്നെ സഹായിക്കാൻ കഴിയാത്തത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് അധികം വെളിച്ചത്തിലേക്ക് വരണം. ആമേൻ. പുതിയ നിയമത്തിന്റെ കൂടുതൽ വെളിച്ചത്തിലേക്ക് വരണം. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് ആ പ്രവൃത്തിയും മനോഭാവവും തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് ദൈവസന്നിധിയിലേക്ക് ഒന്ന് മടങ്ങി വരണം. ആമേൻ. സ്തോത്രം. അവർക്ക് ബോധ്യമല്ല അത് പാപങ്ങളാണ്. ആമേൻ. ക്യൂടെക്സ് ഇടുന്നത് ആമേൻ അത് പാപമല്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും വിശദീകരിക്കാൻ ഞാനിപ്പോ വരുന്നില്ല. പക്ഷേ നമ്മുടെ പെന്തക്കോസ്ത് വിശുദ്ധ ജീവിതത്തിന് കളങ്കം പറ്റിയെന്ന് ഞാൻ ഉറക്കെ പറയുന്നു. സഭ വഷളായി പോയി എന്ന് ഞാൻ ഉറക്കെ പറയുന്നു. ക്രിസ്തുവിനുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് സഭ വഷളായി പോയിരിക്കുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ ഇന്ന് ആമേ പകൽക്കാലി ഉപവാസ പ്രാർത്ഥനയിൽ ആമേ വഷളായ ഒരു സഭയ്ക്കകത്തല്ല ആമേൻ ഈ ആത്മമണവാളന്റെ വരവ്. വഷളായി പോയൊരു സഭയെ ചേർക്കാൻ യേശു വരുന്നില്ല. വഷളായി പോകുന്നൊരു സഭയെ, ഒരു തലമുറയെ ചേർക്കാൻ യേശു വരത്തില്ല. വിശുദ്ധിയോടെ നിന്ദിക്കുന്ന ഒരു സമൂഹത്തെ ചേർക്കാൻ യേശു ആമേൻ വീണ്ടും രണ്ടാമതും ഈ ലോകത്തിലേക്ക് പ്രത്യക്ഷമാകും. ആമേൻ. ഇവിടെ കയറി വരിക എന്ന ഒരു വാക്ക് നമ്മുടെ കാതുകളിൽ അധികം താമസം വിന നമ്മുടെ കാതുകളിൽ പ്രകമ്പനം കൊള്ളിക്കും. ഇവിടെ കയറി വരിക എന്ന് പറയുന്ന ഒരു വാക്കിന്റെ മുൻപിൽ അന്ന് വിശുദ്ധനെ നീ അല്ലേലിയ പറഞ്ഞ് ആമീൻ പറഞ്ഞ് തമ്പുരാന്റെ അടുക്കൽ പോകും. എന്നാൽ കൈവിടപ്പെടുന്ന ഒരു വലിയ സമൂഹത്തിന് മുമ്പിൽ നീ കൈയും കാലിട്ട് അടിക്കാൻ ഇടയാകാതെ വിശുദ്ധിയോടെ നിർമ്മലതയോടെ നിന്ന് തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിച്ച് പൊയ്ക്കോ. ഈ ലോകവും മോഹവും എല്ലാം ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കും. പാപത്തെ പാപമെന്ന് കണ്ട് അശുദ്ധി എന്ന് കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ജയത്തോടെ മുന്നേറാൻ കഴിയാതെ വന്നാൽ നിന്റെ ജീവിതത്തിന്റെ വലിയ തകർച്ച മുൻപിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. പ്രൈസ് ദി ലോർഡ്. രക്തത്താൽ ജയം. പണ്ട് തെറ്റല്ല എന്ന് തോന്നിയ പല കാര്യങ്ങളും ഇന്ന് തെറ്റാണെന്ന് തോന്നുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? കൂടുതൽ പ്രകാശനം ഉണ്ടായി. വചന വെളിപ്പാട്, പ്രാർത്ഥനാ ജീവിതം അതുണ്ടായപ്പോൾ പണ്ട് തെറ്റല്ലെന്ന് പറഞ്ഞതൊക്കെ ഇന്ന് തെറ്റാണെന്ന് സമ്മതിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. അപ്പൊ ദൈവത്തോട് അല്പം കൂടെ അടുത്തു ചെല്ലാൻ പറയുകയാണ്. ആമേൻ. ദൈവത്തോട് ഇനിയും അടുക്കുവാൻ നമുക്ക് ചില കാര്യങ്ങൾ കൂടെ വിട്ടൊഴിയണം.
എന്നോട് അടുത്തു വരുവീൻ, ഞാൻ നിങ്ങളോടും അടുത്തു വരും. കർത്താവ് പറയാ, എന്നോട് നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്തു വരണം. ദൈവത്തിന് അടുത്ത് വരാനായിട്ട് നമുക്ക് എന്തോ ചെയ്യണം? ദൈവത്തിന് അടുക്കാൻ ഏക വഴി എന്താ? ലോകത്തോട് അകലണം. ഒന്ന് പറഞ്ഞ് ഉറക്കെ പറഞ്ഞ്, ദൈവത്തിന് അടുക്കാൻ ലോകത്തോട് അകലണം. നമുക്കത് പറയുമ്പോൾ മനസ്സിലാകത്തില്ല. ലോകത്തോട് അകന്നുകൊണ്ട്, ലോകത്തോട് അകലം പാലിക്കാതെ ദൈവത്തോട് അടുക്കാൻ സാധ്യമല്ല. ലോകം എന്ന് പറയുന്നതാണ് ഈ പൈശാചിക തലങ്ങൾ അതിന്റെ അധീനതയിൽ കിടക്കുക. ഈ ലോകത്തോട് നീ അനുരഞ്ജനപ്പെട്ടാൽ നീ ദൈവത്തോട് അകലും. പക്ഷേ ഈ ദൈവത്തോട് നീ അടുത്താൽ ലോകത്തോട് നീ അകലുകയാണ്. ആമീൻ. എന്നോട് അടുത്ത് വരിക. ആമീൻ, സ്തോത്രം. അതാണ് തമ്പുരാൻ ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥന ആഹ്വാനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ദൈവത്തോട് നാം അടുത്തു എന്ന് തോന്നും തോറും നമ്മുടെ തെറ്റുകളെ കുറിച്ച് നമുക്ക് ബോധമുണ്ട്. തെറ്റ് ചെയ്താൽ വലിയ വേദനയാണ്. ആമീൻ, സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമീൻ. എന്നോടൊരു വ്യക്തി പറഞ്ഞു, അവനോട് ക്ഷമിച്ചിട്ടുള്ള ഒരു സ്വർഗം എനിക്ക് വേണ്ട, അവനോട് ക്ഷമിച്ചിട്ടുള്ള സ്വർഗം എനിക്ക് വേണ്ട. പിന്നെ ഏത് സ്വർഗം കിട്ടാനാ പോകുന്നേ? കണ്ടോ, ഒരു വാക്ക് ക്ഷമിക്കാൻ പറ്റാത്ത വിശുദ്ധന്മാരുണ്ട്. ക്ഷമിക്കുക, അന്യോന്യം ക്ഷമിക്കുക. രഹസ്യ പാപങ്ങളിൽ നിന്ന് ഇന്ന് പകൽ നീ ആമേൻ ബൈ പറയുക. എനിക്കറിയില്ല ആരോടൊക്കെയോ കർത്താവ് ഇടപെടുന്നു. ദൈവാത്മ പറയുന്നു, നീ ഓമനിച്ചു വെച്ചിരിക്കുന്ന ആ പാപത്തോടെ ഇന്ന് നീ യാത്ര പറഞ്ഞാൽ നിന്റെ വിഷയത്തിന് വിടുതല, നിന്റെ തലമുറയുടെ വിഷയത്തിന് വിടുതല. നിന്റെ കുടുംബത്തിൽ ചില നന്മയുടെ തലങ്ങൾ ഇന്ന് തന്നെ റെഡിയാ. കുഞ്ഞെ, ആ പാപത്തെ നീ വിട്ടു. നിനക്ക് വേണ്ടി തമ്പുരാന്റെ കര ഇന്ന് ചലിക്കുകയാണ്. നീ ആ തെറ്റിനെ മറച്ചു വെക്കാതെ ഏറ്റുപറഞ്ഞിട്ട്, ആ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് തമ്പുരാന്റെ അടുക്കുമെന്ന് കരയോ. നിന്റെ വിഷയത്തിന് ഇന്ന് ചില മണിക്കൂറുകൾക്കകത്ത് ഇന്ന് തന്നെ മറുപടി വരുമെന്ന് ആത്മാവ് പറയുകയാണ്. എവിടെ ഇരുന്ന് കരഞ്ഞാൽ മതി. നീ ആയിരിക്കുന്ന വീട്ടിൽ, നീ ആയിരിക്കുന്നതായ അതെ ഭവനത്തിൽ ഒരു തുള്ളി കണ്ണുനീരോടെ കരയോ. താവേ, ഞാനത് ചെയ്യത്തില്ല, ആ തെറ്റുകൾ ഇനി ആവർത്തിക്കില്ല എന്നൊന്ന് പറഞ്ഞു നോക്കുക. ഇന്ന് വിടുതല. നിന്റെ ഭാവിക്ക് വെളിച്ചമാ. നിന്റെ ഭാവിയിലേക്ക് ഒരു വലിയ വെളിച്ചം ഇറങ്ങാൻ പോകുകയാ. നിന്റെ പാതയ്ക്ക് ഒരു പ്രകാശം വരാൻ പോകുകയാ. നിന്റെ ഭാവിക്ക് ഒരു ശോഭന, അതെ ഒരു ശോഭ വെളിപ്പെടാൻ പോകുകയാ. ആമേൻ. രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിയിട്ടില്ല. കേൾക്കാൻ കഴിയാതെ വണ്ണം അവന്റെ കാത് മന്ദമായിട്ടില്ല. എന്താണ് തടസ്സം? നിങ്ങളുടെ അകൃത്യങ്ങൾ, പാപങ്ങൾ അത്രേ. ഈ ഉപവാസ പ്രാർത്ഥന സമ്മതിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, നമുക്ക് ഏറ്റുപറയാം അനുതാപ ഹൃദയത്തോടെ, അനുതാപത്തോടെ ഏറ്റുപറയാം. കർത്താവേ, ആ രഹസ്യ പാപങ്ങൾ നിന്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കും. നാലാമത്തെ ഒരു പാപത്തിന്റെ പേരാണ് മാരകമായ പാപം. ഒന്ന് പറഞ്ഞേ, മരണകരമായത്. ഒന്ന് പറഞ്ഞേ, മാരകമായത്. 1 യോഹന്നാൻ 5:16 ഒന്ന് വായിച്ചു. 1 യോഹന്നാൻ 5:16. സഹോദരൻ, മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കുക. ആമേൻ. സഹോദരൻ, മരണത്തിനല്ലാത്ത പാപങ്ങൾ എത്ര വ്യക്തമായിട്ട് പറയും. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ബൈബിളിൽ വിവക്ഷിക്കപ്പെടുന്നുണ്ട് മരണകരമായ പാപമുണ്ടെന്ന്. യെസ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ദൈവസന്നിധിയിൽ നിങ്ങൾ ഏറ്റുപറയാതെയും ഏറ്റുപറച്ചിലും കണ്ണുനീരുമില്ലാതെയും കർത്താവിന്റെ തിരുമേശ പങ്കെടുക്കരുത്. കാരണം അത് വലിയ തകർച്ചയിലേക്കാണ് പോകുന്നത്. ചില ആളുകള് അതിനെ വളരെ ഗൗരവം കുറഞ്ഞ കാണുന്നത്. കർത്താവിന്റെ തിരുമേശയുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങളുടെ പാപങ്ങളെ മറച്ചു വെച്ചിട്ട് സ്തോത്രം പറഞ്ഞ് ആമയും പറഞ്ഞ് മേശ എടുക്കരുത്. കാരണം നിങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാക്കും, അത് ബലഹീനത ഉണ്ടാക്കുമെന്ന് പൗലോസ് പറയുന്നു. അത് മാത്രമല്ല, അത് ഒരു പരിധി വരെ മരണം വരെ സംഭവിക്കുമെന്ന്. സ്തോത്രം. വായിച്ചിട്ടുണ്ടോ? ബലഹീനത മാത്രമല്ല, രോഗം മാത്രമല്ല, മരണം വരെ സംഭവിക്കും. 11-ാം അധ്യായത്തിൽ പറയുന്നു, കൊരിന്ത്യർ ലേഖനത്തിലുണ്ട്. എത്ര വ്യക്തമായി പറയുന്നു. അങ്ങനെ ആണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ചില പാപങ്ങൾ മറച്ചു വെച്ചിട്ട് കർത്താവിന് തിരുമേശ എടുക്കുമ്പോൾ അത് മരണം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ പാപങ്ങൾ ഏറ്റുപറയണം. മറ്റൊന്ന്, യൂദായെ കുറിച്ച് പറയുമ്പോൾ യൂദായുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? യൂദായുടെ ജീവിതത്തിൽ സംഭവിച്ചത് സ്തോത്രം എന്താണ്? ദൈവസന്നിധിയിൽ ഒരു തെറ്റ് ചെയ്തു. പക്ഷേ ആ തെറ്റ് അവൻ എന്ത് ചെയ്തില്ല? അംഗീകരിച്ചില്ല. ആ യൂദാ എങ്ങനാ മരിച്ചത്? കെട്ടിഞ്ഞാണ് ചത്തെന്ന. സ്തോത്രം.
ആമീൻ. തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. യൂദാസ്, ആമീൻ, അവന്റെ മരണത്തിന്റെ പേരാണ് മാരകമായ മരണം. ആ മരണത്തിന്റെ പേരാണ് മരണകരമായ പാപം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അങ്ങനെയുള്ള തെറ്റുകൾ, ആമീൻ, ദൈവദാസന്മാർക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ദൈവത്തിന് വിരുദ്ധമായിട്ട്, ആമീൻ, ഇരട്ട മുഖങ്ങളുമായി ദൈവത്തിന് വരുന്നവരുണ്ട്. പാസ്റ്ററൊക്കെ വരുമ്പോൾ ഒരു മുഖം, നല്ല പുഞ്ചിരിയുള്ള മുഖം. വേറെ വിശ്വാസികളൊക്കെ ചെല്ലുമ്പോൾ പാസ്റ്ററുടെ കുറ്റം പറയും. ആമീൻ. സഹോദരിയുടെ കുറ്റം പറയും. ഇരട്ട മുഖമുള്ള ആളുകളെല്ലാം അപകടത്തിലാ കേട്ടോ. വിശുദ്ധ സഭയ്ക്കകത്ത് ഇരട്ട മുഖങ്ങളിലെ ആളുകളെല്ലാം തമ്പുരാൻ പിടിക്കും, ദൈവം ചാർജ് ചെയ്യും. ആമീൻ. ഹൃദയം എങ്ങനാണോ അതുപോലെ മുഖമായിരിക്കണം പ്രിയരെ. നമ്മുടെ തെറ്റുകൾ മറച്ചു വെച്ചുകൊണ്ട്, ആമീൻ, ഒരു വ്യക്തിയെ കാണുമ്പോൾ അവനെ കുറ്റപ്പെടുത്തി അവനെ വിമർശിച്ചിട്ട് അവനടുത്ത് സ്തോത്രം പറയാൻ ചിരിക്കാൻ എങ്ങനെ പറ്റും? അതുകൊണ്ട് ഇരട്ട അഭിനയങ്ങളും ഇരട്ട മുഖങ്ങളും മാറ്റിക്കളയാൻ വിശുദ്ധനെ ആത്മാവിനോട് ദൂത് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയത്തിന്റെ വിശുദ്ധി ഇല്ലാതെ ഈ ഭൂമിയിൽ എത്ര പ്രാവശ്യം എത്ര കാലങ്ങൾ നീ ആരാധിച്ചാലും എത്ര സ്തോത്രം ചെയ്താലും ദൈവത്തിന് നിന്നെ അംഗീകരിക്കാൻ കഴിയില്ല. വിശുദ്ധനായ ഒരുവന്റെ ഹൃദയത്തിൽ മാത്രമേ തമ്പുരാന്റെ തേജസ് ഉള്ളൂ, അവന്റെ സാന്നിധ്യമുള്ളൂ. അതുകൊണ്ട് വിശുദ്ധിയില്ലാത്ത, ആമേൻ, ദൈവകൃപയില്ലാത്ത, ആമേൻ, പാപമെന്ന് കാണാത്ത ആർക്കും ദൈവത്തെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് സഭയ്ക്കകത്ത് 46 കൊല്ലം നമുക്ക് അംഗമായിട്ടിരിക്കാം, പക്ഷേ നിത്യതയിൽ കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിത്യതയിൽ ഉണ്ടാകണമെങ്കിൽ വിശുദ്ധി നാം നമ്മുടെ മുഖമുദ്രയായി പാലിക്കണം. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകണം. അതാ വചനത്തിന് വെളിപ്പാട്. ഞാൻ എന്റെ സ്റ്റാൻഡേർഡ് വിശുദ്ധിയാ മകനെ, എന്റെ സ്റ്റാൻഡേർഡിൽ നീ വാ. എന്താണ് ആ സ്റ്റാൻഡേർഡ്? ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും വിശുദ്ധരാകണം. ഈ കാലഘട്ടത്തിലെ ഇങ്ങനെ ഒരു പാസ്റ്ററെ എന്തിനാണ് ബിജു പാസ്റ്റർ വിളിച്ചതെന്ന് ചോദിക്കാം. വേറെ എത്ര പാസ്റ്റർമാരുണ്ടായിരുന്നു. ഇതൊക്കെയാണോ കേൾക്കേണ്ടത്? നമുക്ക് നല്ല വിടുതലിന്റെ സന്ദേശങ്ങൾ കേൾക്കണം. കുറ്റമില്ല, അത് വേണം. നിങ്ങൾക്ക് കേൾക്കാൻ ദൈവം ഭാഗ്യം തരും ഇന്ന് രാത്രി, നാളെ പകൽ. പക്ഷെ ഇന്ന് ബാബു പാസ്റ്റർ പറഞ്ഞത് സവിനയം നിങ്ങൾ ശ്രദ്ധിച്ച്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ രഹസ്യ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ വിടുതൽ പ്രാപിക്കുക. സഹോദര, നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന തെറ്റുകളെ, നിന്റെ കുടുംബജീവിതത്തിന് വിള്ളലുണ്ടാക്കുന്ന, കുടുംബജീവിതത്തെ തകർക്കുന്ന, തുരങ്കം വെക്കുന്ന ആ അവിശ്വസ്തതയുടെ തലങ്ങൾക്ക് നീക്കം വരട്ടെ. ആമേൻ. നിന്റെ കുടുംബജീവിതത്തിന് തുരങ്കം വെക്കുന്ന അശുദ്ധിയുടെ മേഖലകൾക്ക് ഇന്ന് യാത്ര പറയുക. സ്തോത്രം. പരിഭാവനമായ വിശുദ്ധ കുടുംബത്തിനെതിരെ നിൽക്കുന്ന എല്ലാ അശുദ്ധിയെയും പുറത്തുകളാം. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ഭവനത്തിൽ ഇറങ്ങി വരുമെന്ന് രാത്രിയിൽ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതേ സഹോദര, നിന്റെ തലമുറയ്ക്ക് വിടുതൽ വരാൻ പോവുക. എല്ലാവരും കണ്ണുടച്ചോ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കണ്ണുടച്ചു. ഞാൻ ആത്മാവിൽ പറയുക, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ. നിങ്ങളുടെ തലമുറയെ വഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും, മക്കളുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം സ്തോത്രം പറ. തലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങളുടെ കുറ്റങ്ങൾ നിമിത്തം തലമുറയ്ക്ക് കേടുവരല്. അതുകൊണ്ട് എല്ലാവരും കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളൊന്ന് ഏറ്റു പറയാം. ആരോടാ? ആമേൻ. അബ്രഹാം യാഗവേദിയിൽ, യാഗത്തിന്റെ മുൻപിൽ